ആ വാക്കുകളൊന്ന് കേട്ടു നോക്ക്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വാക്കുകൾ. നിങ്ങളെ പിന്നാലെ നടന്നില്ലേന്ന് പറഞ്ഞു. അതിലപ്പുറം ഞാൻ എന്താ വേണ്ടേ? നിങ്ങൾ പരമാവധി അത് മുടക്കാൻ ശ്രമിച്ചു. അതാണ് യാഥ. പാവപ്പെട്ടവന് കിട്ടുന്ന വീടുകൾ നിങ്ങൾ മുടക്കാൻ ശ്രമിച്ചു. പാവപ്പെട്ടവന് കിട്ടുന്ന ഭക്ഷണം നിങ്ങൾ മുടക്കാൻ ശ്രമിച്ചു. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു അതൊന്ന് കേട്ടു നോക്ക്. സർ, ഞങ്ങള് ഡേ 1 പറമ്പായ ഭൂമിക്ക് പോയി അഡ്വാൻസ് കൊടുത്ത് നിങ്ങൾ സഹകരിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ നടന്നതാണ് ഇതുവരെ മാസം. പക്ഷെ നിങ്ങൾ ഭൂമി കണ്ടെത്താൻ പറ്റും. വയനാട്ടിൽ എന്താ പറമ്പില്ലേ? അങ്ങയുടെ ആഫീസ് ടൈം വന്നില്ല. 2-3 പ്രാവശ്യം ഞങ്ങൾ 7 മാസം ഞങ്ങൾ സഹകരിക്കാന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ പിന്നാലെ നടന്നു. സർ, ഞങ്ങള് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടാ വെക്കുന്നത്. ചികിത്സാ സഹായം പൈസ ആയിട്ട്. അത് മാത്രല്ല, നിങ്ങൾ പിന്നീട് അതിനകത്തൊരു കല്ല് വെക്കാൻ അനുവദിക്കില്ല. നിങ്ങൾ അവിടെയുള്ള വില്ലേജ് ഓഫീസറെ കൊണ്ടാണ് നിങ്ങൾ തടയാൻ ശ്രമിച്ചു. സ്റ്റോപ്പ് മെമ്പർ കൊടുത്തു. എന്തൊക്കെ നിങ്ങൾ തെമ്മാടിത്തരം നിങ്ങൾ കാണിച്ചു. എന്തൊക്കെ തെമ്മാടിത്തരം, ഇതിലേറെ തെമ്മാടിത്തരം എന്തൊക്കെ കാണിച്ചു. നിങ്ങളെ കൊണ്ട് ഭരണകൂടത്തിന്, ഭീകരമായ ഭരണകൂടത്തിന് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ നിങ്ങൾ ചെയ്തു. പാവപ്പെട്ടവന് കിട്ടുന്ന വീട് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. വാക്ക് പറഞ്ഞ വാക്കാണ്. അതാണ് ലീഗ് വാക്ക് പാലിച്ചിട്ടുണ്ട്. പൊതു ഖജനാവിൽ നിന്ന് പാവപ്പെട്ടവര് 10ഉം 50ഉം 100ഉം 1000ഉം 10,000 കോടിക്കണക്കിന് രൂപ പൊതു ഖജനാവിലേക്ക്, ആയിരക്കണക്കിന് 1000ന്റെ അടുത്ത് കോടി രൂപയോളം നിങ്ങളുടെ ഖജനാവിലേക്ക് വന്നിട്ട് ഈ സർക്കാർ എന്താണ് കാണിച്ചത്? കൊടുക്കാത്ത, ഉണ്ടാക്കാത്ത വീടിന് താക്കോൽ കൊടുക്കണോ? ചേലക്കാതെ പോയിടാ അവിടുന്ന്.